ബോധി അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ സംസ്കൃത പാഠഭാഗവുമായിട്ടാണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഏകകം സ്വസ്ഥവൃത്തം എന്നുള്ള ഒന്നാമത്തെ ഏകകത്തിലെ പ്രഥമ പാഠഃ വിഭാതം. വിഭാതം എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്നിവിടെ നോക്കുന്നത്. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തു എന്ന് വിചാരിക്കുന്നു. നമുക്ക് തുടങ്ങാം. മന്ദം മന്ദം ഗച്ഛതി രജനി താരാഗണസഹിത അഭ്യാഗച്ഛതി സൂര്യസ്ഥാപിത കനക അരുണ കിരണ എന്നാണ്. കനകാരുണ കിരണ എന്നാണ് അവിടെ. അപ്പൊ മന്ദം മന്ദം ഗച്ഛതി രജനി താരാഗണസഹിത അഭ്യാഗച്ഛതി സൂര്യസ്ഥാപിത കനകാരുണ കിരണ എന്നാണ് ആദ്യത്തെ 4 വരി പദ്യം. നമുക്ക് നോക്കാം. മന്ദം 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 എന്ന് പറഞ്ഞാല് എന്താണ്? വളരെ പതുക്കെ അല്ലെ, സാവധാനത്തില്. ഗച്ഛതി രജനി, ഗച്ഛതി എന്ന് പറഞ്ഞാല് പോകുന്നു. രജനി, രജനി എന്ന് പറഞ്ഞാല് രാത്രി. താരഗണ സഹിത, നക്ഷത്രങ്ങളോട് കൂടി. അഭ്യാഗച്ഛതി സൂര്യസ്ഥാപിത, അപ്പോ അവിടെ അഭ്യാഗച്ഛതി സൂര്യസ്ഥാപിത കനക അരുണ കിരണ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അതിന്റെ അർത്ഥങ്ങൾ നോക്കാം. അവിടെ നക്ഷത്രങ്ങളോട് കൂടിയ അല്ലെ, താരാഗണ സഹിത രജനി മന്ദം മന്ദം ഗച്ഛതി എന്നാണ് അതിന്റെ അന്വയം. അപ്പൊ അവിടെ പറയുന്നത് നക്ഷത്രങ്ങളോട് കൂടിയ രാത്രി പതുക്കെ പതുക്കെ മറയാണ്, പതുക്കെ പതുക്കെ പോവുകയാണ്. അതായത് നക്ഷത്രങ്ങളോട് കൂടിയ രാത്രി ഇങ്ങനെ പോവാണെന്ന് പറഞ്ഞാല് നേരം പുലരാറായി തുടങ്ങി എന്നർത്ഥം അല്ലെ. അപ്പൊ മന്ദം മന്ദം ഗച്ഛതി രജനി താരാഗണ സഹിത അഭ്യാഗച്ഛതി സൂര്യസ്ഥാപിത കനകാരുണകിരണ. അവിടെ സൂര്യൻ അല്ലെ, അരുണ എന്ന് പറഞ്ഞാല് ചുവപ്പ് നിറം എന്നുള്ളതാണ്. അപ്പൊ അവിടെ നല്ല സ്വർണ്ണ നിറത്തോട് കൂടിയ ചുവപ്പ് കലർന്ന നല്ല ആ അരുണ നിറം എന്ന് ഉദ്ദേശിക്കുന്നു. കനക അരുണ കിരണ, അതിന്റെ സൂര്യകിരണങ്ങൾ അല്ലെ, ആ നിറത്തിലുള്ള ചുവപ്പും സ്വർണ്ണ കലർന്നിട്ടുള്ളതുമായ, അതായത് ചുവപ്പും മഞ്ഞയും ഒക്കെ കൂടി കലർന്നിട്ടുള്ളതായ ആ അരുണ നിറത്തോടു കൂടിയിട്ട് ആരാണ്? അഭ്യാഗച്ഛതി വരുന്നു. ആരാണ് വരുന്നത്? സൂര്യൻ വരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യൻ ഉദിച്ച് വരുന്നു, സൂര്യൻ ഉദിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോ മന്ദം മന്ദം ഗച്ഛതി രജനി താരാഗണ സഹിത, നക്ഷത്രങ്ങളോട് കൂടിയ രാത്രി പതുക്കെ പതുക്കെ പോകുന്നു. അഭ്യാഗച്ഛതി സൂര്യസ്ഥാപിത കനകാരുണ കിരണ, അവിടെ അരുണ നിറങ്ങളോട് കൂടിയ സൂര്യൻ അവിടെ ഉദിച്ചു വരുന്നു എന്നാണ് അവിടെ പറയുന്നത്. ഇനി അടുത്ത 4 വരി നോക്കാം. നിദ്രാം ത്യക്ത്വ സ്വകീയ തൽപാത് സമുദ്ദിതോ അസ്മ്യത്ര കരോമി പാദ സ്മരണം പ്രഥമം ജഗതമീശസ്യ എന്നാണ് അവിടെ. നിദ്രാം ത്യക്ത്വ സ്വകീയ തൽപാത് സമുചിതോ അസ്മത്ര കരോമി പാദ സ്മരണം പ്രഥമം ജഗതാമീശസ്യ. അപ്പൊ അവിടെ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ നിദ്രാം ത്യക്ത്വ സ്വകീയ തൽപാത് സമുദിതോ അസ്മത്ര എന്നാണ് അവിടെ. അപ്പൊ അവിടെ നോക്കാം നമുക്ക്. കിടക്ക അല്ലെ, സ്വകീയ തൽപ്പം എന്ന് പറഞ്ഞാല് സ്വന്തം കിടക്കയിൽ നിന്നും നിദ്രാം ത്യക്ത്വ ഉറക്കം ഉപേക്ഷിച്ച് അല്ലെ, ഉറക്കം ഉപേക്ഷിച്ച് എന്ത് ചെയ്യുന്നു? എണീറ്റുകൊണ്ട് സമുദ്ദിതോ അവിടുന്ന് എണീറ്റിട്ട് അസ്മത്ര എന്ന് വെച്ചാല് ആദ്യമായിട്ട് അവിടുന്ന് എന്ത് ചെയ്യുന്നു? കരോമി പാദസ്മരണം പ്രഥമം, ആദ്യമായിട്ട് പാദസ്മരണ ചെയ്യുന്നു. ആരെ? ജഗതീശ്വരനെ. ജഗതീശ്വരൻ എന്ന് പറഞ്ഞാൽ ഈശ്വരനെ ആദ്യമായി പാദസ്മരണ ചെയ്യുന്നു. അപ്പോ കിടക്കയിൽ നിന്നും ഉറക്കം ഉപേക്ഷിച്ച് എണീറ്റ് ആദ്യമായിട്ട് ജഗതീശ്വരനെ പാദസ്മരണ ചെയ്യുന്നു എന്ന് അർത്ഥം. അപ്പൊ എഴുന്നേറ്റ വഴിക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം ജഗതീശ്വരനെ അവിടെ പാദസ്മരണ ചെയ്യുന്നു. ഇനി അടുത്ത 4 വരി നോക്കാം. മാതാപിതരൗ മനസാ നത്വ ബഹിരാഗച്ഛാമി പ്രഭാതസന്ധ്യ സുന്ദര ദൃശ്യം നിതരാം പശ്യാമി. അപ്പൊ അടുത്ത 4 വരി നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്നത്
മാതാപിതരോ മനസാ നത്വ ബഹിരാഗച്ഛാമി. പ്രഭാത സന്ധ്യ സുന്ദര ദൃശ്യം നിതരാം പശ്യാമി. അവിടെ നോക്കാം, മാതാപിതരോ അച്ഛനും അമ്മയും എന്താണ്, മനസ്സാനത്വ മനസ്സുകൊണ്ട് നമസ്കരിച്ചിട്ട് അച്ഛനെയും അമ്മയെയും മനസ്സുകൊണ്ട് നമസ്കരിച്ചിട്ട് ആഗച്ഛാമി ഞാൻ പുറത്തേക്ക് പോകുന്നു. പ്രഭാത സന്ധ്യ സുന്ദര ദൃശ്യം, പ്രഭാതത്തിലെ സുന്ദരമായ ദൃശ്യങ്ങള്, പ്രഭാതത്തിലെ സുന്ദരമായ ദൃശ്യങ്ങള് നിതരാം പശ്യാമി അവിടെ ഞാൻ കാണുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രഭാതത്തിലെ സുന്ദര ദൃശ്യങ്ങള് ഞാൻ കാണുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ അച്ഛനമ്മയെയും മനസ്സുകൊണ്ട് നമസ്കരിച്ചിട്ട് പുറത്തേക്ക് വരുന്നു. പ്രഭാത സന്ധ്യ സുന്ദര ദൃശ്യം നിതരാം പശ്യാമി. എന്നിട്ട് എന്താണ് കാണുന്നത്? പ്രഭാതത്തിലെ സുന്ദര ദൃശ്യങ്ങള് ഞാൻ കാണുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആ പേജില് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പേജ് നമ്പർ 9 പദ്യം 8 വരി പദ്യമുണ്ട്. അപ്പൊ അത് നമുക്ക് നോക്കാം. അടുത്ത പേജ് നമ്പർ 9 നോക്കാം. ആദ്യത്തത് പിബന്തി മധുരം മധുഭാസമുദം സുമാത്സുമം ഗത്വ കലാവികാസന്തുഷ്ട്യാഗായതി പ്രഭാതഭൂപാളം. ഒന്നുകൂടി വായിക്കാം. പിബന്തി മധുരം മധുഭാസമുദം സുമാത്സുമം ഗത്വ കലാവികാസന്തുഷ്ട്യാഗായതി പ്രഭാതഭൂപാളം. ഇവിടെ എന്താണ്? പിബന്തി കുടിക്കുന്നു, മധുരം മധുഭാഹ സമുദേ മധുരം തേൻ, മധുഭാഹ വണ്ടുകളാണ്, സമുദം സുമാത്സുമം ഗത്വ വണ്ടുകള് സുമാത്സുമം പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് എന്തു നുകരുന്നു? മധുരം മധുഭാഹ സുമതം അവര് തേൻ നുകരാണ് ചെയ്യുന്നത്. അപ്പൊ വണ്ടുകള് ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് എന്ത് ചെയ്യുന്നു? തേൻ നുകർന്നുകൊണ്ടിരിക്കുന്നു. കലാവിക സന്തുഷ്ട്യ ഗായതി. കലാവികഹ എന്ന് പറഞ്ഞാല് പൂവങ്കോഴീനെയാണ് കലാവികഹ എന്ന് പറയാ. സന്തുഷ്ട്യ ഗായതി വളരെ സന്തോഷത്തോടു കൂടി പാടുന്നു. എന്താണ് പാടുന്നത്? പ്രഭാത ഭൂപാളം എന്ന് പറഞ്ഞാല് അത് ഒരു ഗാനമാണ്. അത് പ്രഭാതത്തിൽ പാടുന്നതാണ്. അപ്പൊ അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് കലാവിക സന്തുഷ്ട്യ ഗായതി പ്രഭാത ഭൂപാലം. അവിടെ കലാവികഹ എന്ന് പറഞ്ഞാല് ആരാണ്? പൂവങ്കോഴി വളരെ സന്തോഷത്തോടു കൂടി പ്രഭാത ഭൂപാളം പാടുന്നു എന്നാണ് അവിടെ അർത്ഥാക്കുന്നത്. അപ്പൊ അത് 4 വരി പദ്യത്തിന്റെ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത 4 വരി നോക്കാം. വിവാദ പുഷ്പ സുഗന്ധ സമേതോ വാദീന മൃദുപവന പ്രശാന്ത ശീതള സമയോദ്യാത്ര ദദാതിമേ സൗഖ്യം. അപ്പൊ അവിടെ നോക്കുക, വിഭാതം എന്ന് പറഞ്ഞാല് പ്രഭാതമാണ്. പ്രഭാതത്തിനെയാണ്, മോർണിംഗിനെയാണ് എന്ന് പറയാ വിഭാതം എന്ന് പറയാ. പുഷ്പസുഗന്ധ സമേതോ വാദി ച മൃദുപവന. അവിടെ പ്രഭാതത്തിലെ പുഷ്പങ്ങളുടെ സുഗന്ധത്തോടുകൂടി മൃദുവായി വാദി ച മൃദുപവന വളരെ മൃദുവായി കാറ്റ് വീശുന്നു. അപ്പൊ അവിടെ പ്രഭാതത്തിലെ പുഷ്പങ്ങളുടെ സുഗന്ധത്തോടുകൂടി അതാണ് സുമസുഗന്ധം എന്ന് പറഞ്ഞാല് പുഷ്പസുഗന്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? പൂക്കളുടെ സുഗന്ധത്തോട് സമേതോ കൂടി വാദീന മൃദുപവന വളരെ മൃദുവായി കാറ്റ് വാദി വീശുന്നു. പ്രശാന്ത ശീതള സമയോദ്യാത്ര ദദാതി മേ സൗഖ്യം. അതുപോലെ തന്നെ ശാന്തം, പ്രശാന്തം എന്ന് പറഞ്ഞാല് ശാന്തം, ശീതളം എന്ന് പറഞ്ഞാൽ വളരെ കുളിർമയുള്ള, ശാന്തവും കുളിർമയുള്ളതുമായ സമയോദ്യത്ര ഈ സമയം ദദാതി മേ സൗഖ്യം എനിക്ക് എന്ത് തരുന്നു? സുഖത്തെ തരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ എങ്ങനെയുള്ളത്? ശാന്തവും കുളിർമയും ഉള്ളതായ
ഈ സമയം എനിക്ക് വളരെ സുഖത്തെ തരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ വിഭാതി എന്ന് പറഞ്ഞാല് പ്രഭാതാണ്. അപ്പൊ പ്രഭാതത്തിനെ കുറിച്ച് ആണ് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞത്. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. പദച്ഛേദമാണ് അടുത്ത പേജിൽ കൊടുത്തിരിക്കുന്നത്, 10ാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് വായിച്ചു പോവാം. സൂര്യസ്ഥാപിത കനകാരുണ കിരണ, സൂര്യ അധികം താപിത കനകാരുണ കിരണ, സമുദ്ദിതോ അന്യ അസ്മ്യത്ര, സമുദ്ദിത അധികം അസ്മി അധികം അത്ര, ജഗതാം ഈശസ്യ, ജഗതാം അധികം ഈശസ്യ, ബഹിരാഗച്ഛാമി, ബഹിഹി അധികം ആഗച്ഛാമി, സുമാത് സുമം, സുമാത് അധികം സുമം, പ്രശാന്ത ശീതള സമയോദ്യത്ര, പ്രശാന്ത ശീതള സമയഃ അധികം അദ്യ അധികം അത്ര. വിഗ്രഹവാക്യാനി, വിഗ്രഹവാക്യങ്ങളാണ് ഇനി നോക്കേണ്ടത്. താരാഗണസഹിത, താരാഗണൈഹി സഹിത, താപിത കനകാരുണ കിരണ, താപിതം ച തത് കനകം ച താപിത കനകം, തദീവ അരുണഃ താപിത കനകാരുണഃ, താദൃശൈഹി കിരണൈഹി സഹിതഃ യഃ സഃ. മാതാപിതരോ, മാതാ ച പിതാ ച. പ്രഭാത സന്ധ്യ സുന്ദര ദൃശ്യം, പ്രഭാത സന്ധ്യായാഃ സുന്ദരം യത് ദൃശ്യം തത്. വിഭാത പുഷ്പസുഗന്ധ സമേത, വിഭാതെ പുഷ്പം വിഭാത പുഷ്പം, തസ്യ സുഗന്ധഃ വിഭാത പുഷ്പസുഗന്ധഃ, തേന സമേതഃ. പ്രശാന്ത ശീതള സമയഃ, പ്രശാന്ത ശീതളശ്ച പ്രശാന്ത ശീതളഃ, പ്രശാന്ത ശീതളഃ സമയഃ. ഇനി നമ്മുടെ പഠന പ്രവർത്തനങ്ങളാണ്, അത് നമുക്ക് നോക്കാം. പ്രവർത്തനങ്ങള് നോക്കാം. പഠന പ്രവർത്തനം 11ാമത്തെ പേജിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അവിടെ പഠന പ്രവർത്തനങ്ങളില് 3ാമത്തതാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അവിടെ കവിതാം പഠിത്വ ക്രിയാപദാനി സഞ്ചിനോദു, അവിടെ ക്രിയാപദങ്ങള് പദ്യഭാഗത്തു നിന്ന് എടുത്തിട്ട് താൻ ഉപയുജ്യ നൂതന വാക്യാനി രചയിതു, നിങ്ങളോട് അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ സെന്റൻസുകൾ ഉണ്ടാക്കാനാണ് അവിടെ പറയുന്നത്. അപ്പൊ അവിടെ നമുക്ക് കൊടുത്തിരിക്കുന്ന പദ്യഭാഗത്ത് കൊടുത്തിരിക്കുന്ന ക്രിയാപദങ്ങൾ ടീച്ചർ ഇവിടെ പറയാം. ഗച്ഛതി, അഭ്യാഗച്ഛതി, അതുപോലെ പശ്യാമി, പിബന്തി, ഗായതി, അതുപോലെ വാദി, ആഗച്ഛാമി, കരോതി, ദദാതി, ഇതൊക്കെ ക്രിയാപദങ്ങളാണ്. ഇനി പറഞ്ഞിരിക്കുന്നത് അത് ഉപയോഗിച്ച് പുതിയ നൂതന വാക്യങ്ങൾ ഉണ്ടാക്കാനാണ്. നിങ്ങളത് സ്വയം പുതിയ വാക്കുകൾ ഉണ്ടാക്കണം, അത് ഉപയോഗിച്ചിട്ട് പുതിയ വാക്കുകൾ ഉണ്ടാക്കണം. അപ്പൊ അവിടെ ആദ്യത്തെ ടീച്ചർ പറഞ്ഞുതരാം. ഗച്ഛതി എന്നാണ്. ഗച്ഛതി എന്ന് പറഞ്ഞാല് പോകുന്നു അല്ലെ. അപ്പോ അത് വെച്ചിട്ട് പുതിയൊരു സെന്റൻസ് നമ്മൾ ഉണ്ടാക്കണം. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ടീച്ചർ ഒരെണ്ണം പറയാം. രാമഃ വിദ്യാലയം ഗച്ഛതി. അപ്പോ അതുപോലെ ഒരു സെന്റൻസ് നിങ്ങൾ അവിടെ ഈ ക്രിയാപദങ്ങൾ ഉപയോഗിച്ചിട്ട് വെക്കുക. നിങ്ങൾക്ക് അറിയാലോ, എഴുതാൻ പുതിയ പുതിയ വാക്കുകൾ ഉണ്ടാക്കി എഴുതാനൊക്കെ അറിയാം. 8ാം ക്ലാസ്സിലൊക്കെ ആയില്ലേ. അപ്പൊ അടുത്ത അഭ്യാഗച്ഛതി അല്ലെ. അഭ്യാഗച്ഛതി നമ്മുടെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. ആരാണ് അഭ്യാഗച്ഛതി? സൂര്യ അഭ്യാഗച്ഛതി അല്ലെ. പുതിയൊരു നൂതന വാക്യമാണത്. അപ്പൊ അങ്ങനെ നിങ്ങളത് കണ്ടുപിടിക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ നമ്മുടെ പഠന പ്രവർത്തനത്തിൽ. ഇനി വരുന്നത് നമുക്ക് അവിടെ ടീച്ചർ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകൾ പറയാം. 1-2 ക്വസ്റ്റ്യൻ ആ പാഠഭാഗത്ത് നിന്ന് പറയാം. ടീച്ചർ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് എഴുതിയെടുക്കണോല്ലോ എഴുതിയെടുക്കുക, അല്ലെങ്കിൽ പഠിക്കുക ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പൊ ഇവിടെ ചോദിക്കാവുന്നതാണ്. കഹ മന്ദം മന്ദം ഗച്ഛതി, ആരാണ് പതുക്കെ പതുക്കെ പോകുന്നത്? ആരാണ്? രജനി. രജനി, രജനി എന്ന് പറഞ്ഞാൽ രാത്രി. മനസ്സിലായില്ലേ? ഇനി കഹ അഭ്യാഗച്ഛതി, ആരാണ്? സൂര്യ. 3ാമത്തെ ക്വസ്റ്റ്യൻ. കഹ മധുരം പിബന്തി, ആരാണ്? ആരാണ്? മധുബാഹ. മധുബാഹ വണ്ടുകള്. അടുത്തത് കഹ
പ്രഭാത ഭൂപാലം ഗായതി. ആരാണ് പ്രഭാത ഭൂപാലം പാടുന്നത്? ആരാണ്? കലാവിക. കലാവിക എന്ന് പറഞ്ഞാല് പൂവങ്കോഴി. കഹ മൃദുപവനഹ വാദി. ആരാണ്? പവനഹ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യനുകളാണ് അവിടെ ടീച്ചർ തന്നിട്ടുള്ളത്. അപ്പൊ അതിവിടെ കാണിക്കുന്നുണ്ട്, ഇവിടെ കാണിക്കും ടീച്ചർ. അപ്പൊ അത് എഴുതി എടുക്കുക, പഠിക്കുക ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കൊക്കെ ആണെങ്കിൽ ആവശ്യം ഉപകാരപ്രദമാവാൻ നിങ്ങളത് ഷെയർ ചെയ്ത് അവർക്ക് കൊടുക്കുക. അപ്പോൾ ഇനി രണ്ടാമത്തെ പാഠഭാഗവുമായിട്ട് രണ്ടാമത്തെ വീഡിയോയിൽ കാണാം. ബൈ.